കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം ലഭിച്ച LDF ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. നറുക്കെടുപ്പിലൂടെയാണ് CK സവിത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് പെരിയയിൽ ഉണ്ടായിരിക്കുന്നത്. ഹലോ അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ പെരിയയിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് LDF. നറുക്കെടുപ്പിലൂടെയാണ് LDFന്റെ സവിത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പെരിയയിലാണ് സംഭവം എന്നുള്ളത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയുമാണ്. എങ്ങനെയാണ് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്? സ്മൃതി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പെരിയയിലെ LDFന്റെ വിജയത്തിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം ഇവിടെ UDF ഈ പഞ്ചായത്ത് പിടിച്ചെടുത്തത് നമുക്കറിയാം. ആ ഒരു ഇരട്ട കൊലപാതകം പെരിയ ഈ പഞ്ചായത്തിൽ തന്നെയുള്ള കല്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. അതിൽ CPMനെതിരെ വലിയ ആരോപണം, അതിൽ CPM പ്രവർത്തകർ പ്രതികളായി വരുന്നു. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിഫലനം ഉണ്ടായിരുന്നതായി നമുക്കറിയാം. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അത് 5 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നിലനിർത്തും എന്ന് തന്നെയായിരുന്നു UDF പറഞ്ഞിരുന്നത്. അതായത് രാഷ്ട്രീയ കൊലപാതകത്തിനെതിരായ സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം UDF നടത്തിയത്. പക്ഷേ അതിനുശേഷം ഈ വോട്ടെടുപ്പിന് ശേഷം 9-9 എന്ന നില വരുന്നു. 9 വാർഡുകളിൽ UDFും 9 വാർഡുകളിൽ LDFും വിജയിക്കുന്നു. പിന്നീടാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി വലിയ തർക്കം, ഭിന്നത കോൺഗ്രസിൽ രൂപപ്പെടുന്നത്. 2 പേരുകൾ ഉയർന്നു കേൾക്കുന്നു. അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിൽ നിന്ന് തന്നെ ഈ കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന സാഹചര്യം, BJP അംഗം കൂടി വിട്ടുനിന്നതോടെ കോറം തികയാതെ വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യമാണ്. അതിൽ BJP അംഗം വിട്ടുനിന്നത് കോൺഗ്രസും BJPയും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്ന രാഷ്ട്രീയ ആരോപണം CPMും ആ ആരോപണം ശരിവെച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പോലും പ്രതികരിക്കുന്നു. അത്രത്തോളം രാഷ്ട്രീയ സാഹചര്യം, അത്തരം വിവാദങ്ങൾ ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിപ്പോൾ മാറ്റിവെച്ച പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നത്. 9-9 എന്ന നിലയിൽ തന്നെ സീറ്റ് നില അത്തരത്തിൽ വോട്ട് തുടർന്നു. BJP അംഗം ഇന്ന് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. അതിനുശേഷമാണ് നറുക്കെടുപ്പിലേക്ക് പോയത്. നറുക്കെടുപ്പിൽ LDF പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ CK സബിത നറുക്കെടുപ്പിലൂടെ വിജയം കാണുന്നു. ഈ വിജയം LDFനെ സംബന്ധിച്ച് വലിയ ആഹ്ലാദം LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ആഹ്ലാദമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ പെരിയയിലൂടെ LDF പ്രവർത്തകരുടെ പ്രകടനം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇതിൽ മറുപടി പറയേണ്ടി വരും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പോലും ഇതിനെതിരെ, അതായത് കോൺഗ്രസിന്റെ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ചൊല്ലിയുള്ള തർക്കത്തിനെതിരെ, നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. LDFന്റെ വിജയം, LDFന്റെ സബിതയാണ്, CK സബിതയാണ് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ.